വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 8ാമത്തെ ചാപ്റ്റർ ആണ്. ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഇതുവരെ നമ്മൾ 4 ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. SCERT അതിൽ 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററാ പഠിച്ചേ. ഒന്ന് എന്താ പറയാ, ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും, ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്. അപ്പൊ 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്റർ സോഷ്യൽ സയൻസിൽ പഠിക്കാറുള്ളൂ. അതിനുശേഷം 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 പഠിച്ചു, സ്വാതന്ത്ര്യത്തിനുള്ള ബഹുജന മുന്നേറ്റം. അത് കഴിഞ്ഞ് ചാപ്റ്റർ 7 പഠിച്ചു, സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം. ഇന്ന് ചാപ്റ്റർ 8 പഠിക്കും, ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം. ഇതോടുകൂടി നമ്മൾ സിലബസിൽ തന്നിട്ടില്ലേ, അതായത് ആധുനിക ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2 മൊഡ്യൂൾ, ഒന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവും അടുത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ ഇന്ന് കഴിയും. അപ്പൊ സോഷ്യൽ സയൻസ് നമ്മുടെ ഇന്ന് പഠിച്ചു കഴിയും. അതിനുശേഷം നമുക്കിനി കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ ജോഗ്രഫി തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോവാം. അപ്പൊ 8ാമത്തെ ചാപ്റ്റർ പഠിച്ചാലോ. ഇതിന് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഖുഷ്വന്ത് സിംഗിന്റെ കൃതിയിലെ കുറച്ച് വരികളാണ്. നൂറ്റാണ്ടുകളായി വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് സ്വയരക്ഷയ്ക്കായി സിഖ് ഹിന്ദു ഭൂരിപക്ഷമുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവർ കാൽനടയായും കാളവണ്ടികളിലും ലോറികളിൽ തിക്കിത്തിരക്കിയും ട്രെയിനുകളുടെ വശങ്ങളിലും മേൽക്കൂരകളിലും പറ്റിപ്പിടിച്ചും യാത്ര ചെയ്തു. പടിഞ്ഞാറുള്ള സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുകയായിരുന്ന മുസ്ലിങ്ങളുമായി യാത്രക്കിടയിൽ കടവുകളിലും കവലകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വെച്ചൊക്കെ അവർ ഏറ്റുമുട്ടി. കലാപം സർവനാശമായി പരിണമിച്ചു. അതുപോലെ തന്നെ 1947 വേനലോടുകൂടി പാകിസ്ഥാൻ എന്ന ഒരു പുതിയ രാഷ്ട്രത്തിന്റെ രൂപീകരണം ഉണ്ടായി അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. അപ്പൊ ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും അടങ്ങുന്ന 10 ദശലക്ഷം വരുന്ന മനുഷ്യർ പലായനത്തിലായിരുന്നു. കാലവർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേക്കും അവരിൽ 1 ദശലക്ഷത്തോളം പേർ മരണമടഞ്ഞു എന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയാകെ ആയുധമേന്തി ഭീതിയിലും ഒളിവിലും മുങ്ങിക്കഴിഞ്ഞിരുന്നു എന്ന് മനസ്സിലാക്കുക. കൃതിയിലെ കുറച്ച് വരികളാണ് നമ്മൾ പറഞ്ഞത്. ഇനി വിഭജനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച്, വിഭജനം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാ പറയണേ. വിഭജനവും വിഭജനാനന്തര കുടിയേറ്റവും പലായനവും ഇന്ത്യൻ സമൂഹത്തിൽ വലിയ പരിവർത്തനങ്ങൾ സൃഷ്ടിച്ചു. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയവരുടെ പുനരധിവാസം അതത് പ്രദേശങ്ങളിൽ മതപരവും ഭാഷാപരവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഇവയ്ക്ക് രാഷ്ട്രീയ പരിഹാരം കാണേണ്ടത് വളരെ അനിവാര്യമായിരുന്നു. തട്ടിക്കൊണ്ടുപോകപ്പെട്ട വ്യക്തികൾക്കുള്ള വീണ്ടെടുക്കലും പുനരധിവാസവും, അവരെ വീണ്ടെടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനും വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു 1949. ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ ആക്ട് 1949 എന്നാണ് അതിന്റെ പേര്. കണ്ടു, വീണ്ടെടുക്കലും പുനരധിവാസവും അല്ലെ, അവരെ വീണ്ടെടുക്കുക, പുനരധിവസിപ്പിക്കുക. ദ അബ്ഡക്റ്റഡ് പേഴ്സൺസ് റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ ആക്ട് 1949. അടുത്ത, പലായനം ചെയ്തവർക്കുള്ള നഷ്ടപരിഹാരവും പുനരധിവാസത്തിന് വേണ്ടിയിട്ട്, അതായത് ഓടി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയവർക്കുള്ള നഷ്ടപരിഹാരം കൊടുക്കുക, അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി 54 ഒരു നിയമം കൊണ്ടുവന്നു. ദ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആക്ട് 1954. അതായത് ഇവിടെ നിന്ന് പലായനം ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക്, ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസിന് എന്താണ് കോമ്പൻസേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ കൊണ്ട് കൊടുക്കുക, അതാണ് 1954. അടുത്തത് 55 എന്തു വന്നു? സിറ്റിസൺഷിപ്പ് ആക്ട് അഥവാ പൗരത്വ നിയമമൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള നിയമങ്ങളിലൂടെ രാജ്യത്തെ കുറേയധികം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചു എന്നാ പറയുന്നത്. ഇതിനു പുറമെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുക കൂടി ചെയ്തു. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിക്കാൻ 3 കരാറുകളിലൂടെയാണ് സംയോജന പ്രക്രിയ നടപ്പിലാക്കിയത്. ഫസ്റ്റ് വൺ, തൽസ്ഥിതി കരാർ അഥവാ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. നാട്ടുരാജ്യങ്ങൾ അവരുടെ നിലവിലെ അവസ്ഥ തുടരണമെന്നതായിരുന്നു ഈ കരാറിലെ വ്യവസ്ഥ. നാട്ടുരാജ്യങ്ങൾ എങ്ങനെയാണോ ഇപ്പോഴത് അതുപോലെ തന്നെ തുടർന്നു പൊക്കോളാൻ. ഇതിലൂടെ ഈ രാജ്യങ്ങൾ പാകിസ്ഥാനിൽ ചേരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിച്ചു.
രണ്ടാമത്തേത് പ്രവേശന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ ആണ്. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാറായിരുന്നു ഇത്. അതേസമയം ഇന്ത്യൻ യൂണിയനിൽ അവർക്ക് ലയിക്കുകയും ചെയ്യാം. ആന്തരിക സ്വയംഭരണത്തിനുള്ള അവകാശം ഇത് പ്രകാരം നാട്ടുരാജ്യങ്ങൾക്ക് അനുവദിക്കുകയും ചെയ്തു. ഇനി അടുത്തത് മൂന്നാമത്തെ കരാറാണ്. അതിനെ നമ്മൾ സംയോജന കരാർ എന്നാ വിളിക്കുന്നത്. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാറാണ് മെർജർ എഗ്രിമെന്റ് അഥവാ സംയോജന കരാർ എന്ന് പറയുന്നത്. ഈ കരാപ്രകാരം അവർക്ക് എന്തില്ല? സ്വയംഭരണാവകാശം ഇല്ലാതാകുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഒരു താൽക്കാലിക സർക്കാർ ആയിരുന്നു ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനത്തിനായി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടാകേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇത് പ്രകാരം സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ആവശ്യമായി വന്നു. ഇതിനുവേണ്ടി ഭരണഘടന അനുസൃതമായി 1950 ജാനുവരി 25-ന് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നു. 1950 ജാനുവരി 25-ന് ഇലക്ഷൻ കമ്മീഷൻ വന്നു. 1951 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്ന നിരീക്ഷണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമാം വിധം നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു. അപ്പൊ ഇന്ത്യൻ ജനത എന്ത് ചെയ്തു? വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു ഭംഗിയായിട്ട് അവർ പറഞ്ഞേക്കാണ് ഹിന്ദുസ്ഥാൻ ടൈംസിൽ കേട്ടോ. 1950 ജാനുവരി 25-ന് ഇലക്ഷൻ കമ്മീഷൻ വന്നു. 51 ഒക്ടോബർ മുതൽ 52 ഫെബ്രുവരി വരെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഇല്ലേ? 3 കരാറുകളായിരുന്നു. ഒന്ന് എന്താണ്? സംയോജന കരാർ അഥവാ മെർജർ എഗ്രിമെന്റ്. അടുത്തത് എന്താണ്? പ്രവേശന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ. തൽസ്ഥിതി കരാർ അഥവാ സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ്. സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റിൽ എന്താണ്? നിലവിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ തുടരാനാ പറഞ്ഞത്. രണ്ടാമത്തേൽ എന്താ? ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള സമ്മതം നൽകുന്ന കരാർ ആയിരുന്നു. അവർക്ക് ആന്തരിക സ്വയംഭരണം കൊടുത്തു. മൂന്നാമത്തേല് പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരാനാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ബോക്സിൽ കൊടുത്തേക്ക് നോക്ക്. പ്രവേശന കരാറുകളിൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യത്തിന് ആന്തരിക സ്വയംഭരണം നിലനിർത്താനുള്ള അവകാശം അനുവദിച്ചിരുന്നു. എന്നാൽ സംയോജന കരാർ ഒപ്പുവെക്കുന്നതോടുകൂടി സ്വയംഭരണാവകാശങ്ങൾ ഇല്ലാതാകുകയും നാട്ടുരാജ്യം പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയും ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് പൊതു തിരഞ്ഞെടുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ പറയണത്. അതായത് ഇന്ത്യയെ പോലെ വിശാലമായ വൈവിധ്യങ്ങൾ നിറഞ്ഞതും ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യവും നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. അതിനെന്തൊക്കെയാ ചെയ്തേ? നിയോജകമണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കണം, പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടിക തയ്യാറാക്കണം, വോട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ നിരക്ഷരായ ബഹുഭൂരിപക്ഷം ആൾക്കാരെയും നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം, വേണ്ടത്ര തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തിയവർക്ക് പരിശീലനം കൊടുക്കണം, സുതാര്യവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണം. ഇത്തരത്തിലുള്ള നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നടന്ന പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ രാജ്യത്ത് ജനാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. ഇനി അടുത്തത് ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഭൂരിപക്ഷം ജനങ്ങളും വിശ്വാസം അർപ്പിച്ചത് ഏകകക്ഷി മേധാവിത്വത്തിന് തുടക്കം കുറിച്ചു. പിൽക്കാലത്ത് ഏകകക്ഷി മേധാവിത്വം ക്രമേണ ഇല്ലാതാകുകയും ബഹുകക്ഷി സമ്പ്രദായത്തിലും മുന്നണി സമ്പ്രദായത്തിലും ഇന്ത്യൻ രാഷ്ട്രീയം പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. ഏകകക്ഷി മേധാവിത്വം ഇന്ത്യയിൽ എന്താണത്? ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെയാണ് നമ്മൾ ഏകകക്ഷി മേധാവിത്വം എന്ന് പറയുന്നത്. എന്താ മക്കളെ ഏകകക്ഷി മേധാവിത്വം? ഒരു രാഷ്ട്രീയ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെ ഏകകക്ഷി മേധാവിത്വം എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ജനാധിപത്യ ക്രമത്തിനുള്ളിലാണ് ഏകകക്ഷി മേധാവിത്വം നിലനിന്നിരുന്നത്. ഏകകക്ഷി മേധാവിത്വത്തിൽ നിന്ന് മുന്നണി മേധാവിത്വത്തിലേക്ക്
ആദ്യ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചത് ആർക്കായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനായിരുന്നു. തുടർന്ന് 1957ലെയും 1962ലെയും തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അപ്പൊ 1951, 1957, 1962 നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തു എന്നാ പറയണത്? അവരുടെ അധികാരം നിലനിർത്തി. 1967ലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ മേധാവിത്വം നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും സംസ്ഥാന തലങ്ങളിൽ കോൺഗ്രസ് മേധാവിത്വത്തിന് തിരിച്ചടി നേരിട്ടു. എങ്കിലും 1980 വരെയുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ 77 മുതൽ 79 വരെയുള്ള ജനതാ പാർട്ടി ഭരണകാലം ഒഴിച്ചാൽ, അതായത് 77 മുതൽ 79 വരെ ആരാ ഭരിച്ചിരുന്നത്? ജനതാ പാർട്ടിയാണ്. അതൊഴിച്ചാൽ 80 വരെയുള്ള പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കായിരുന്നു മേൽക്കൈ. 77ൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിലെത്തുകയും ചെയ്തു. തുടർന്ന് 2 തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 80, 84 അത് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. അപ്പൊ 77ലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് ആർക്ക്? ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നത്. അതിനുശേഷം കണ്ട ഇവിടെ 62 കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവിടെ പറഞ്ഞത്? നമ്മള് 77 അല്ലെ? ആ 77ല് മാത്രം ജനതാ പാർട്ടി വന്നു. അതിനുശേഷം പിന്നെ ഏതാണ്? 80ഉം 84ഉം 1980ലായാലും 84ലായാലും ഒക്കെ ഭൂരിപക്ഷം ആർക്ക് തന്നെയാണ് ലഭിച്ചത്? കോൺഗ്രസിന് തന്നെയാണ് ലഭിച്ചത്. 89 ശേഷം ജനതാദൾ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും തുടർന്ന് 91ൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി. അപ്പൊ 89 ശേഷം ജനതാദൾ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ടും അതുപോലെ തന്നെ 91ൽ മറ്റു രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ കോൺഗ്രസും അധികാരത്തിലെത്തി. 1996ലെ തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ആദ്യം BJPയും പിന്നീട് വിവിധ കക്ഷികൾ ചേർന്ന ഐക്യമുന്നണിയും സർക്കാർ രൂപീകരിച്ചു. 1998, 99 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പിൽ BJP നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് അധികാരത്തിൽ വന്നത്. 98, 99 വർഷങ്ങളിൽ BJP നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് നിലവിൽ വന്നത്, അധികാരത്തിൽ വന്നത്. 2004, 2009 വർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഐക്യ പുരോഗമന സഖ്യം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് അധികാരത്തിലെത്തുകയും 2014, 19, 24 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി BJPയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കുകയും അധികാരം നിലനിർത്തുകയും ചെയ്തു. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിലെ ചരിത്രം പരിശോധിച്ചാൽ പ്രധാനമായും താഴെ പറയുന്ന രീതികളിലാണ് സർക്കാരുകൾ രൂപീകരിക്കപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ മുന്നണിയായി മത്സരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ധാരണയുണ്ടാക്കുക. തിരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി രൂപീകരിച്ച് ഗവൺമെന്റ് ഉണ്ടാക്കുക. ലോകസഭയിൽ ഭൂരിപക്ഷമില്ലാത്ത ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുക. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇനി അടുത്തത് അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അപ്പോ 1975 ജൂൺ 25-ന് 1975 ജൂൺ 25-നാണ് രാജ്യത്ത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടത്. മൗലിക അവകാശങ്ങളുടെ മരവിപ്പിക്കൽ, പത്രസ്വാതന്ത്ര്യം നിഷേധിക്കൽ തുടങ്ങിയവ ജനാധിപത്യ അവകാശ ലംഘനങ്ങൾ അടിയന്തരാവസ്ഥയുടെ ഭാഗമായി നടപ്പിലാക്കപ്പെട്ടു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലം നമുക്ക് പരിശോധിക്കാം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായി ഉയർന്നുവന്ന പ്രക്ഷോഭങ്ങളായിരുന്നു പ്രധാന കാരണം. ഗുജറാത്തിൽ മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടുന്നതിന് നയിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നടന്ന പ്രക്ഷോഭ പരമ്പര ദേശീയ തലത്തിലും സ്വാധീനം ചെലുത്തി. ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾക്കും കാരണമായി. 1970കളിൽ നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി, ഭക്ഷ്യക്ഷാമം, തൊഴിലില്ലായ്മ എന്നിവയായിരുന്നു ഈ പ്രക്ഷോഭങ്ങൾക്ക് കാരണം. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അലഹബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തിരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വരികയും തിരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുകയും
അപ്പൊ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ നിലനിന്നിരുന്ന തെരഞ്ഞെടുപ്പ് കേസിൽ പ്രതികൂലമായി വിധി വന്നു. തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യപ്പെട്ടു. വിധിയെ തുടർന്ന് ഇന്ദിരാഗാന്ധിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം ഉണ്ടാക്കി. എന്നാൽ സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതിയുടെ വിധിക്ക് സ്റ്റേ അനുവദിച്ചു. തുടർന്ന് പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കാരണം കൊണ്ട് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ 352 അനുച്ഛേദ പ്രകാരം രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ ഏത് അനുച്ഛേദ പ്രകാരമാണ് ആഭ്യന്തര അടിയന്തരാവസ്ഥ? ഏത് അനുച്ഛേദമാണ്? നമ്മുടെ ആർട്ടിക്കിൾ 352 എന്തിന്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണമായ അനുച്ഛേദം എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി അടുത്തത്, ദേശീയ അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥയെ ഇല്ലാതാക്കുകയും കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിക്കുകയും മൗലികാവകാശങ്ങൾ മരവിപ്പിക്കുകയും കോടതിയിലൂടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കുകയും ചെയ്തു. കൂടാതെ മറ്റെന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോ ഈ ദേശീയ അടിയന്തരാവസ്ഥ എന്തൊക്കെ പരിപാടികളാണ് ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭരണഘടനയുടെ ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതാക്കി. ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതാക്കി. ഒന്ന്, കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിച്ചു അല്ലെ. അപ്പൊ രണ്ടാമത്തത്, അതായത് ഫെഡറൽ വ്യവസ്ഥ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിൽ അധികാരം കേന്ദ്രീകരിച്ചു എന്ന് മനസ്സിലാക്കാം. 3, മൗലിക അവകാശങ്ങൾ മരവിപ്പിച്ചു. കോടതിയുടെ നീതിന്യായ പുനരവലോകന അധികാരം ഇല്ലാതാക്കി. കണ്ട, ഇതൊക്കെ ഉണ്ടായി. പിന്നെ അഞ്ചാമത്തത്, പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ വിചാരണ കൂടാതെ ജയിലിൽ അടച്ചു. പത്രങ്ങൾക്കും വാർത്തകൾക്കും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സാമ്പത്തിക നിയന്ത്രണം ഏർപ്പെടുത്തി. ഇതൊക്കെ ദേശീയ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ കാര്യങ്ങളാണ്. കടുത്ത നിയന്ത്രണങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ഇടയിലും അടിയന്തരാവസ്ഥക്കെതിരെ രാജ്യവ്യാപകമായി നിരവധി പ്രക്ഷോഭങ്ങൾ ഉയരുകയുണ്ടായി. തുടർന്ന് 1977 മാർച്ചില് അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രൂപീകരിക്കുകയും മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. അപ്പൊ ഇന്ത്യയിലെ ആഭ്യന്തര അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. ജനതാ പാർട്ടി നേതൃത്വത്തിൽ വന്നു. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന്റെ, പൗരസമൂഹത്തിന്റെ ജാഗ്രത, മാധ്യമങ്ങളുടെ ഇടപെടൽ, പൗരാവകാശങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അടിയന്തരാവസ്ഥ എന്താന്ന് ഇവിടെ കൊടുത്തേക്കാണ്. യുദ്ധം, ബാഹ്യ ആക്രമണം, സായുധ കലാപം എന്നിവയാൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കാൻ അടിയന്തരാവസ്ഥ സർക്കാരിന് അധികാരം നൽകുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ഭരണഘടനയുടെ അനുച്ഛേദം 352 പ്രകാരം രാഷ്ട്രപതി പ്രഖ്യാപിക്കുന്ന നിയന്ത്രണങ്ങളാണ് അടിയന്തരാവസ്ഥ. അപ്പൊ യുദ്ധം ഉണ്ടാവുകയാണ്, ബാഹ്യ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്, സായുധ കലാപം ഉണ്ടാവുകയാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷം എന്താണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അല്ലെ. ഏത് അനുച്ഛേദം അനുസരിച്ച്? അനുച്ഛേദം 352 അനുസരിച്ച്. ആരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കുന്നത്. ഇത്തരം കാര്യം ക്ലിയർ ആയില്ലേ? അടിയന്തരാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ ഇന്ത്യൻ ജനത മറികടന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയും പ്രാധാന്യവും വ്യക്തമാക്കുന്നു. ജനാധിപത്യത്തെ ഹനിക്കുന്ന അടിയന്തരാവസ്ഥ പോലുള്ള സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത സൃഷ്ടിക്കുന്നതിന് ഈ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും പൗരന്മാർക്ക് ജനാധിപത്യ വിദ്യാഭ്യാസം നൽകുന്നതിനും രാഷ്ട്രീയ പാർട്ടികൾക്കൊപ്പം മറ്റു ചില സാമൂഹിക പ്രസ്ഥാനങ്ങളും തൽപര ഗ്രൂപ്പുകളും പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. 1970 ശേഷം ദളിതർ, അതുപോലെ തന്നെ സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ
മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന ബോധം ശക്തമായി. ഈ വിഭാഗങ്ങൾ അതിനെതിരായി അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കൂ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിൽ ചില പ്രധാന പ്രസ്ഥാനങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗങ്ങളെയാണ് നമ്മൾ അതർ ബാക്ക്വേർഡ് ക്ലാസസ് അഥവാ ഇതര പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യവും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വന്നു. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശത്തിനുമായി 1953 കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചു. അങ്ങനെ 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച കമ്മീഷനാണ് കാക്ക കലേൽക്കർ. എന്താണ് കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെന്റ് അതർ ബാക്ക്വേർഡ് ക്ലാസ് അതായത് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ പരിഹാരം നിർദ്ദേശിക്കുന്നതിനുമായി 79 BP മണ്ഡൽ അധ്യക്ഷനായി ഒരു കമ്മീഷനെ നിയമിച്ചു. ഇതാണ് നമ്മൾ മണ്ഡൽ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷൻ സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. അപ്പൊ മണ്ഡൽ കമ്മീഷന്റെ മറ്റൊരു പേര് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ആണ്. 79 ആരാണ്? അതായത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെന്റ് ആണ് മണ്ഡൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത്. 53 കേന്ദ്ര സർക്കാർ കാക്ക കലേൽക്കർ കമ്മീഷനെ നിയമിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊന്നും നമ്മൾ നടപ്പിൽ വരുത്തിയിരുന്നില്ല എന്ന് ഓർക്കുക. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം കൊണ്ടുവന്നിട്ടുള്ള 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 80 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 90 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അപ്പോ OBCക്കാർക്ക് 27% സംവരണം ആര് നിർദ്ദേശിച്ചു? മണ്ഡൽ കമ്മീഷൻ നിർദ്ദേശിച്ചു 80. അത് ആരാണ് നടപ്പിലാക്കാൻ തീരുമാനിച്ചത്? VP സിംഗിന്റെ സർക്കാർ അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഈ തീരുമാനം ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമായി. എന്നാൽ പിൽക്കാലത്ത് റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് കോടതി അനുമതി നൽകി. സുപ്രീം കോടതി അനുമതി നൽകി. ഇത് രാജ്യത്തെ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുവാൻ ഇത് സാധിച്ചു എന്ന നിലയിൽ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. മണ്ഡൽ കമ്മീഷന്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗക്കാർക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളും ഉയർന്നു വന്നു. ജനതാദളിൽ നിന്ന് രൂപപ്പെട്ട മറ്റു പാർട്ടികളും ഇതിന് ഉദാഹരണമാണ്. ജനതാദള് അതുപോലെ തന്നെ അതിൽ നിന്ന് രൂപപ്പെട്ട മറ്റു പാർട്ടികളും ഇതിന് ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. ഇനി ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന രണ്ടാം പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ അധ്യക്ഷനായിരുന്ന BP മണ്ഡൽ 1967, 70, 77, 79 കാലഘട്ടത്തിൽ പാർലമെന്റ് അംഗമായിരുന്നു. 68 1.5 മാസത്തോളം ബീഹാർ മുഖ്യമന്ത്രിയായും അദ്ദേഹം ചുമതല വഹിച്ചു. 77 അഥവാ അദ്ദേഹം ജനതാ പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് ദളിത് പ്രസ്ഥാനങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണെന്നും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നുമുള്ള വികാരത്തിൽ നിന്നുമാണ് ദളിത് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിന് സംവരണം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അവർക്ക് സാമൂഹിക പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായ സ്ഥാനം ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു.
വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്കാവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയ ദളിത് പ്രശ്നങ്ങൾ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. അതായത് വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ എന്നീ മേഖലകളിലെ പിന്നോക്കാവസ്ഥ, സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം, സ്വന്തമായി ഭൂമിയില്ലാത്ത അവസ്ഥ തുടങ്ങിയവ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾ സംഘടിക്കുകയും പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ടതായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. എന്താണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം? 1972 മഹാരാഷ്ട്രയിലാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങൾ ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചു. ജാതി വിവേചനങ്ങൾക്കെതിരെ അക്രമോത്സുകരായ ചെറുത്തുനിൽപ്പുകൾ, പോലീസിന്റെ അന്യായമായ നടപടികൾക്കെതിരെ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികളിൽ മറ്റ് സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം, സാഹിത്യം, സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാക്കിയിരുന്നെങ്കിലും ദളിതർക്കെതിരായ അക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നതിനും ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി രൂപപ്പെട്ട മറ്റൊരു പ്രസ്ഥാനമായിരുന്നു 1978 രൂപീകരിച്ച ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ 1978 രൂപീകരിച്ചു. ഇത് കേവലം ഉദ്യോഗസ്ഥരുടെ താൽപര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ട സംഘടനയായിരുന്നില്ല. മറിച്ച് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്ക് രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായും ഈ സംഘടനകൾ നിലകൊണ്ടു. ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും കാൻഷി റാമിന്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയും രൂപം കൊണ്ടത്. അപ്പോ ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതി ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതി രൂപീകരിച്ചു ട്ടോ. ഏതിൽ നിന്ന്? ഈ നമ്മുടെ BAMCEF ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷനിൽ നിന്ന് രൂപീകരിച്ചതാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതി. അടുത്തത് കാൻഷി റാം. നമ്മളിവിടെ ഫോട്ടോ കണ്ടില്ലേ? ഈ കാൻഷി റാമിന്റെ നേതൃത്വത്തിൽ ബഹുജൻ സമാജ് പാർട്ടി അഥവാ BSP. അപ്പൊ ആരുടെ നേതൃത്വത്തിലാണ് BSP രൂപം കൊണ്ടത് എന്നാ പറയണത്? കാൻഷി റാമിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കാൻ ആർക്ക് കഴിഞ്ഞു? BSPക്ക്. BSP എവിടെയൊക്കെ സ്വാധീനം ഉണ്ടാക്കി? ഉത്തർപ്രദേശില്, ഹരിയാനയില്, പഞ്ചാബില് കേട്ടോ. ഇനി അടുത്ത സ്ത്രീ മുന്നേറ്റങ്ങളെ കുറിച്ച് പറയുന്നു. ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴില്, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അതിക്രമം, പുരുഷ മേധാവിത്വം ഇവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം നേടുന്നതിനായി രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ചാരായ വിരുദ്ധ പ്രസ്ഥാനം, ആന്റി അരാക്ക് മൂവ്മെന്റ്. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്ന ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനമാകെ വ്യാപിച്ചു. പ്രാദേശികമായി നിർമ്മിച്ച വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാരായം. ലഹരിയുടെ വ്യാപകമായ ഉപയോഗം സമൂഹത്തിൽ അന്തഃഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാക്കുകയും ചെയ്തു. ഇത് ഗ്രാമത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനും ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കും കാരണമായി. സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം, പൊതു ഇടങ്ങളിലെ അതിക്രമങ്ങൾ, ലിംഗവിവേചനം തുടങ്ങി വിവിധ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന
പ്രക്ഷോഭമായി ചാരായ വിരുദ്ധ പ്രസ്ഥാനം പിന്നീട് വളർന്നു. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് വളരെയധികം സഹായിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോ 1990 ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം ഉടലെടുത്തത് എന്ന് ഓർത്തുവെക്കാം. അടുത്തത് ഇനി അടുത്ത കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് നിർഭയ എന്ന് പറയുന്നത്. അടുത്ത പ്രസ്ഥാനത്തിന്റെ പേര് നിർഭയ പ്രസ്ഥാനം. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ട ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഉണ്ടായി. ഈ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയായി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായത്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, ഇത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായി ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയ പ്രധാന ആവശ്യങ്ങൾ. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013, അതായത് നിർഭയ നിയമം 2013 ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അതിവേഗ കോടതി, ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നവയാണ്. അപ്പൊ എന്താണ് നിർഭയ നിയമം അല്ലെ? ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013 അഥവാ നിർഭയ നിയമം 2013, ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ എന്നിവ നിർഭയ പ്രക്ഷോഭത്തെ തുടർന്ന് നിലവിൽ വന്നവയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റം. ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. മത്സ്യത്തൊഴിലാളികൾ ഉപജീവനവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ വന്ന മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിച്ചു. പ്രധാനമായും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടത്. ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യബന്ധന തൊഴിലാളികളുടെ കൂട്ടായ്മകളെ ഏകോപിപ്പിച്ച് അവരുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത്. ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കപ്പെട്ടത്. വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയ പ്രശ്നങ്ങൾ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയെ തകർക്കുമെന്നായിരുന്നു ചൂണ്ടിക്കാണിച്ചത് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി നമ്മുടെ ഇന്ത്യയുടെ കടൽ പ്രദേശം അനുവദിച്ചു. കൂടാതെ വിദേശ കമ്പനികൾ ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധന ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചു കൊടുത്തു. ഇതൊക്കെ പ്രശ്നങ്ങളാണ്. കടലോര പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളാണ് NFFന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം ശക്തമാക്കിയത്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാബോധം ഉണർന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കാൻ സഹായകമായി. അടുത്തത് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അശാസ്ത്രീയമായ വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന സാമൂഹിക നീതി നിഷേധത്തിനുമെതിരാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നത്. വൻകിട ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങളെയാണ് ഈ പ്രസ്ഥാനങ്ങൾ പ്രധാനമായും അഭിസംബോധന ചെയ്യുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയരൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയരൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഇടപെടാൻ സാധിച്ചു. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ചില പ്രധാന പരിസ്ഥിതി മുന്നേറ്റങ്ങളെ നമുക്ക് പരിചയപ്പെടാന്നാ പറയുന്നത്. ഒന്ന്, ചിപ്കോ പ്രസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശം, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായി വൻതോതിൽ വൃക്ഷങ്ങൾ മുറിച്ചെടുത്തു. തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങൾക്ക് മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിലകൊണ്ടു. സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും ഉണ്ടായി. വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന സമര രീതി തുടർന്നു. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണയാണ് എന്ന്
നമുക്ക് എല്ലാവർക്കും അറിയാം ചിപ്കോ പ്രസ്ഥാനം എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തതെന്നാണ്. ചിപ്കോ പ്രസ്ഥാനം ഉടലെടുത്തത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോ അവിടെ ധാരാളം വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റി അത് എന്താന്ന് പറയുന്നത് വളരെയധികം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതുകൊണ്ട് സ്ത്രീകൾ വരെ എന്താണ് ഈ എന്താ പറയുന്ന സമരത്തില് മുന്നിൽ നിന്നു എന്നാ പറയണേ. ഇനി വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന സമര രീതിയായിരുന്നു ചിപ്കോ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ, മേധാ പട്കറിന്റെ നേതൃത്വത്തിലുള്ള നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടന. നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായി രൂപപ്പെട്ടതാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. ഇവര് ഗോത്രവർഗ ജനതയെ കുടിയൊഴിപ്പിക്കൽ, അപ്പൊ അവിടെ സർദാർ സരോവർ പദ്ധതിയൊക്കെ വരുമ്പോ കാട് അവിടെയും വെട്ടിത്തെളിക്കേണ്ടി വരും. അപ്പൊ ഗോത്ര ജനതയെ കുടിയൊഴിപ്പിക്കേണ്ടി വരും. പല പ്രശ്നങ്ങൾ ഉണ്ടാവും. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ച സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായും ഇവർ നിലകൊണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത സൈലന്റ് വാലി മൂവ്മെന്റ്. സൈലന്റ് വാലി ദേശീയോദ്യാനത്തില് ഒരു എന്താണ് ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരാനായിട്ട് പോയി, അതിനെതിരെയാണ്. അപ്പൊ സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരെയായിരുന്നു ഈ പ്രസ്ഥാനം. മഴക്കാടും ജൈവ വൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവര് രൂപം കൊണ്ടു. പ്രക്ഷോഭങ്ങളെ തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഇന്ദിരാഗാന്ധി ഉപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചു. സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി അടുത്തത് പരിസ്ഥിതി സംഘടനകളും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളും ഇടപെടലുകളുടെയും ഫലമായി നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ വന്നു. അപ്പൊ നോക്കി 2002 ജൈവ വൈവിധ്യ നിയമം. 2002 ജൈവ വൈവിധ്യ നിയമം വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2006 പട്ടികവർഗക്കാരുടെ മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം. 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. ഇതൊക്കെ നിലവിൽ വന്നു. 2006 ജൈവ വൈവിധ്യം, 2006 പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയാനുള്ള നിയമം. 2013 എന്താണ് ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. ഇനി കർഷകരുടെ പ്രസ്ഥാനങ്ങൾ. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തി നിരവധി മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. ഹരിത വിപ്ലവത്തോടനുബന്ധിച്ച് കാർഷിക മേഖലയ്ക്ക് പ്രോത്സാഹനം ലഭിച്ചിരുന്നുവെങ്കിലും 1980കളുടെ മധ്യത്തോടെ നമ്മുടെ സാമ്പത്തിക നയത്തിൽ വന്ന ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കി. അപ്പൊ ഉദാരവൽക്കരണ നിയമം വന്നത്, അതായത് വളരെയധികം നമുക്ക് സാമ്പത്തിക രംഗത്തെ ആ ഉദാരവൽക്കരണ നയങ്ങൾ കാർഷിക രംഗത്തെ പ്രതിസന്ധിയിലാക്കാൻ കാരണമായി. ഉൽപാദനത്തെയും ഭക്ഷ്യസുരക്ഷയെയും തൊഴിൽ മേഖലയും ഗുരുതരമായി ബാധിക്കുന്നതായിരുന്നു കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഇതിനെതിരെ ഉത്തർപ്രദേശിൽ രൂപീകരിച്ച ഭാരതീയ കിസാൻ യൂണിയൻ, അപ്പൊ ഭാരതീയ കിസാൻ യൂണിയന്റെ ആസ്ഥാനം ഉത്തർപ്രദേശ്, ഗ്രാമീണ കർഷകരെ സംഘടിപ്പിച്ച് വൻ പ്രക്ഷോഭങ്ങൾ നടത്തി. മഹാരാഷ്ട്രയിലെ ഷേത്കാരി സംഘടന, കർണാടകയിലെ റയത സംഘം തുടങ്ങിയവ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ കർഷക മുന്നേറ്റ പ്രസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 2020-21 കാലഘട്ടത്തിൽ ഡൽഹി അതിർത്തി പ്രദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ കാർഷിക നിയമങ്ങൾക്കെതിരെ സംഘടിപ്പിക്കപ്പെട്ട കർഷക സമരം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. സമരത്തെ തുടർന്ന് കർഷകരുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. അപ്പൊ നോക്കുക, ഉത്തർപ്രദേശിൽ ഭാരതീയ കിസാൻ യൂണിയൻ വന്നു, ഓർത്തുവെക്കണം. മഹാരാഷ്ട്രയിൽ ഷേത്കാരി സംഘടന, കർണാടകയിലെ റേദ സംഘടന, ഇതൊക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി വിവരാവകാശത്തിനായുള്ള പ്രസ്ഥാനം, അതിനെ തുടർന്നുണ്ടായ നിയമവും പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും വിജയത്തിനും ഉദാഹരണമാണ്. 1990 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക, രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക വിഭാഗ പ്രദേശത്തായിരുന്നു ആദ്യമായി പൊതുനിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടത്. സ്കൂളുകൾ, ഡിസ്പെൻസറികൾ, ചെറിയ ഡാമുകൾ എന്നിവയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുപണം ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നത് സംശയത്താലായിരുന്നു ഇത്. നമ്മുടെ ഈ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കുകയും ദേശീയ തലത്തിൽ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ കൊണ്ടുവരണം. നാഷണൽ കൗൺസിൽ ഫോർ പീപ്പിൾസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ കൊണ്ടുവരണം എന്നൊക്കെ ഇവര് പറഞ്ഞു. പ്രസ് കൗൺസില്
പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി വിവരാവകാശ നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. അപ്പൊ ഒന്നും കൂടെ വായിച്ച വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. വിവരാവകാശത്തിനായുള്ള പ്രസ്ഥാനം, അതിനെ തുടർന്നുണ്ടായ നിയമം, പൊതുജന പ്രക്ഷോഭങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഉദാഹരണമാണ്. 90-ൽ രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടനയാണ് ഈ പ്രസ്ഥാനത്തിന്, അതായത് നമ്മുടെ റൈറ്റ് ടു ഇൻഫോർമേഷന് ആരംഭം കുറിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ആരംഭം കുറിച്ചത്. രാജസ്ഥാനിലെ ഭീം തഹസിൽ എന്ന പിന്നോക്ക വിഭാഗത്തിൽ ആദ്യമായി പൊതുനിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടു. ഇനി എന്താണ് ഈ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡൽഹി കേന്ദ്രമാക്കി വിവരാവകാശത്തിനായുള്ള ദേശീയ കൗൺസിൽ രൂപീകരിക്കപ്പെടുകയും ദേശീയ തലത്തിൽ പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. കൂടാതെ ഉപഭോക്തൃ വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം, പ്രസ് കൗൺസിൽ, ഷൂറി കമ്മിറ്റി എന്നിവയും ഇതേ ആവശ്യം മുൻനിർത്തി നിയമത്തിനായുള്ള കരട് രൂപം തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. ഈ പശ്ചാത്തലത്തിൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്നു. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 ഇന്ത്യൻ പാർലമെന്റ് വിവരാവകാശ നിയമം പാസാക്കുകയും 2005 ഒക്ടോബർ 12-ന് നിയമം നിലവിൽ വരികയും ചെയ്തു. പൊതുസ്ഥാപനങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും പൗരന്മാർക്ക് വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ നിയമത്തിൽ ഉറപ്പുവരുത്തുന്നത്. ഇത് പ്രകാരം വിവരങ്ങൾ 30 ദിവസത്തിനുള്ളിൽ നൽകേണ്ടതുണ്ട്. ഹർജിക്കാരന്റെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായ കാര്യങ്ങൾ നമ്മൾ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. വിവരങ്ങൾ നൽകുന്നതിനായി ഓരോ സ്ഥാപനത്തിലും ഒരു ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടാവും. നിശ്ചിത സമയത്തിനുള്ളിൽ വിവരങ്ങൾ ലഭിക്കാത്ത പക്ഷം ഹർജിക്കാരന്റെ മേലധികാരികൾക്ക് അപ്പീൽ നൽകാം. വിവരാവകാശ നിയമത്തിൽ നടത്തിപ്പിനായി കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിച്ചു വരുന്നു. ജനാധിപത്യത്തിന്റെ സുതാര്യത അത്യന്താപേക്ഷിതമായതിനാലും അഴിമതി നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനാലും പൊതുകാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായ വിവരങ്ങൾ പൗരന്മാർക്ക് ലഭിക്കണം. അപ്പൊ ഇവിടെ നമ്മള് എന്താണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005, നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-ന്. വിവരങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് 30 ദിവസത്തിനുള്ളിൽ. നമ്മുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം. ഓരോ സ്ഥാപനത്തിലും ചീഫ് ഇൻഫോർമേഷന്മാർ ഉണ്ടാവും. അവർ കൃത്യമായിട്ട് വിവരം കൊടുത്തില്ലെങ്കിൽ, ചീഫ് ഇൻഫോർമേഷൻ ഓഫീസർ വിവരം കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്പീൽ പോകാൻ പറ്റും കേട്ടോ. സംസ്ഥാനത്തിലും കേന്ദ്രത്തിലും ഇതിനു വേണ്ടി വിവരാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ഭൂപ്രകൃതി, കാലാവസ്ഥ, ഭാഷ, സംസ്കാരം, ജീവിത രീതി, മതം, വംശം തുടങ്ങിയവയെല്ലാം തന്നെ ഈ വൈവിധ്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശത്തിന് പ്രത്യേക പരിഗണന, ആനുകൂല്യം, സംരക്ഷണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഉടലെടുക്കുന്ന പ്രസ്ഥാനങ്ങളെയാണ് നമ്മൾ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഉന്നയിക്കുന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങളെ പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ, പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ, വിഘടനവാദ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ പലതായിട്ട് തരംതിരിക്കാം. അപ്പൊ പ്രാദേശിക പ്രസ്ഥാനങ്ങളെ നമുക്ക് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ എന്നും പ്രാദേശിക സ്വയംഭരണ പ്രസ്ഥാനങ്ങൾ എന്നും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ തരംതിരിക്കാനായിട്ട് പറ്റും. അതിലാണ് അപ്പൊ നമുക്ക് ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ ജനതയുടെ രാഷ്ട്രീയ ശാക്തീകരണം, തമിഴ് ഭാഷയുടെ വളർച്ച, തമിഴ് ഭാഷയുടെ വളർച്ച, യുക്തിവാദം എന്നീ ആശയങ്ങളുടെ സ്വാധീനത്താൽ 20-ാം നൂറ്റാണ്ടിൽ ആദ്യ ശതകങ്ങളിൽ തമിഴ്നാട്ടിൽ ആരംഭിച്ച പ്രസ്ഥാനം ദ്രാവിഡ പ്രസ്ഥാനം. ദ്രാവിഡ സംസ്കാരത്തിന്മേൽ ബ്രാഹ്മണ സംസ്കാരം മേധാവിത്വം നേടുന്നത് ചെറുക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നു. EV രാമസ്വാമി നായ്ക്കരുടെ ആത്മാഭിമാന പ്രസ്ഥാനത്തിന്റെ ആശയധാരയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം രൂപപ്പെട്ടത്. അപ്പൊ EV രാമസ്വാമി നായ്ക്കരുടെയാണ് ആത്മാഭിമാന പ്രസ്ഥാനം. പിന്നീട് അദ്ദേഹം ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. ആര്? EV രാമസ്വാമി നായ്ക്കർ. ഇത് ദ്രാവിഡ മുന്നേറ്റ കഴകമായി പിന്നീട് മാറി. ദ്രാവിഡ മുന്നേറ്റ കഴകമായിട്ട് മാറി. ശക്തമായ പ്രക്ഷോഭങ്ങളിലൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെ സ്വാധീനിച്ച DMK 1967 അധികാരത്തിലെത്തി. അപ്പോ 1967 ഈ EV രാമസ്വാമി നായ്ക്കരുടെ നേതൃത്വത്തിലുള്ള ദ്രാവിഡ മുന്നേറ്റ കഴകം അധികാരത്തിൽ വന്നു എന്നും ഓർക്കാം. പിന്നീടുള്ള തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്തത്, അനിയന്ത്രിത കുടിയേറ്റം ഒരു പ്രദേശത്തെ ദേശീയ ജനതയ്ക്ക് സൃഷ്ടിക്കുന്ന വംശീയ, ഭാഷാ, സാംസ്കാരിക, സാമ്പത്തിക, തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തി രൂപപ്പെടുത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ കേട്ടോ. ഇതിൽ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അസം പ്രസ്ഥാനം. ഏതാണ്? അസം പ്രസ്ഥാനം.
എന്താണ് കുടിയേറ്റത്തിനെതിരെ, വിശേഷിച്ച് ബംഗ്ലാദേശിലെ കുടിയേറ്റത്തിനെതിരെ 1979 മുതൽ 85 വരെ അസമിൽ നടന്ന പ്രക്ഷോഭമാണ് അസം പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ ആണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം അസം ജനതയുടെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുമെന്നും ദാരിദ്ര്യത്തിനും സാമ്പത്തിക പ്രതിസന്ധിക്കും കാരണമാകുമെന്നും ഈ പ്രക്ഷോഭങ്ങൾ പറയുന്നു. 1951 ശേഷം അനധികൃതമായി അസമിൽ കുടിയേറിയവരെ പുറത്താക്കാൻ പ്രക്ഷോഭകാരികൾ ആവശ്യപ്പെട്ടു. വ്യാപകമായ അക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും സമരം വഴിയൊരുക്കി. കേന്ദ്ര സർക്കാർ പ്രക്ഷോഭകരുടെ 1985 ഒപ്പുവെച്ച കരാർ തുടർന്നുണ്ടായ ജനാധിപത്യ ഇടപെടലുകളും പ്രശ്നത്തെ ഒരു പരിധിവരെ പരിഹരിക്കാനായിട്ട് സാധിച്ചു. സ്വയംഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ. രാജ്യത്തിൽ കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ടോ പ്രത്യേക സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടോ ഉദയം ചെയ്ത പ്രസ്ഥാനങ്ങളാണ് സ്വയംഭരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾ. പ്രാദേശികമായി അവഗണിക്കപ്പെടുന്നു എന്ന മനോഭാവം, ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള പ്രത്യേകതകൾ, അസന്തുലിതമായ സാമ്പത്തിക വളർച്ച തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ സ്വയംഭരണ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇനി ഈ വിഭാഗത്തിൽപ്പെട്ട ചില പ്രസ്ഥാനങ്ങളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഗൂർഖാലാൻഡ്, അതായത് നേതൃത്വം കൊടുത്തത് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫണ്ട് ആണ്. എന്താ അവർ പറയണേ? വെസ്റ്റ് ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർക്കായിട്ട് എന്താണ് ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം വേണം. 1980 എന്ത് ചെയ്തു? 1988 സ്വയംഭരണാധികാരമുള്ള ഡാർജിലിംഗ് ഗൂർഖ കൗൺസിലിംഗ് രൂപീകരിച്ചു. ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപീകരണം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖ ലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിച്ചു. അപ്പൊ 1988 ഡാർജിലിംഗ് ഗൂർഖ ഹിൽ കൗൺസിലിന് രൂപം നൽകി. 2012 ഗൂർഖ ഹിൽ കൗൺസിലിന് പകരം ഗൂർഖ ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സംഭവം രൂപീകരിച്ചു. അപ്പൊ ഗൂർഖാലാൻഡ് പ്രസ്ഥാനം എന്താണ്? അത് നേതൃത്വം കൊടുത്തത് ഗൂർഖ നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ആണ്. അതായത് വെസ്റ്റ് ബംഗാളിൽ നേപ്പാളി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരില്ലേ മക്കളെ, അവരുടെ ഗൂർഖ വിഭാഗത്തിന് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ജാർഖണ്ഡ് പ്രസ്ഥാനം എന്താണ്? അത് നേതൃത്വം നൽകിയത് ജാർഖണ്ഡ് മുക്തി മോർച്ച. ബീഹാറിൽ നിന്നും ജാർഖണ്ഡ് മേഖല വിഭജിച്ച് പ്രത്യേക സംസ്ഥാനം രൂപീകരിക്കണമെന്ന് പറഞ്ഞിട്ട് 2000 അതിന് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകരിച്ചൊരു പ്രശ്നം പരിഹരിച്ചു. 2000 ജാർഖണ്ഡ് ഉണ്ടായെന്ന് ഓർത്തു വെക്കുക കേട്ടോ. തെലങ്കാന പ്രസ്ഥാനം, തെലങ്കാന രാഷ്ട്ര സമിതി ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. 2014 തെലങ്കാന രൂപീകരിച്ച് അതും പരിഹരിച്ചു. ഇന്ത്യയിൽ നിന്ന് ചില പ്രദേശങ്ങൾ വേർപെടുത്തി സ്വതന്ത്ര രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. പഞ്ചാബ്, അതായത് വിഘടനവാദ പ്രസ്ഥാനങ്ങളിൽ പെടുന്നത്. പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഇക്കൂട്ടത്തിൽപ്പെടുന്നു. അപ്പൊ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ എവിടേക്കാ? പഞ്ചാബ്, ജമ്മു കാശ്മീർ, മിസോറാം, നാഗാലാൻഡ് തുടങ്ങിയവയിലാണ് കേട്ടോ. ഇനി ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനതയ്ക്ക് ഖാലിസ്ഥാൻ എന്ന പ്രത്യേക രാഷ്ട്രം വേണമെന്ന ആവശ്യം മുൻനിർത്തി പഞ്ചാബിൽ ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് ഖാലിസ്ഥാൻ പ്രസ്ഥാനം. സിഖ് ജനവിഭാഗത്തിലെ തീവ്ര വിഭാഗമായിരുന്ന ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പ്രത്യേക രാഷ്ട്രം നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിനായി സായുധ മാർഗമായിരുന്നു ഇവർ സ്വീകരിച്ചത്. പ്രമുഖ സിഖ് ആരാധനാലയമായ അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തെ കലാപകാരികൾ അവരുടെ കേന്ദ്രമാക്കി. സുവർണ ക്ഷേത്രത്തിൽ കടന്നു കയറിയ തീവ്രവാദികളെ കേന്ദ്ര സർക്കാർ 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക നടപടിയിലൂടെ അമർച്ച ചെയ്തു. അപ്പൊ സിഖ് വിരുദ്ധ കലാപങ്ങൾക്കെതിരെ നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ 1984. ഇതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി 2 സിഖ് അംഗരക്ഷകരാൽ വധിക്കപ്പെട്ടു. ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഖ് വിരുദ്ധ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഈ കലാപത്തിൽ നിരപരാധികളായി നിരവധി സിഖുകാർ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും അതുപോലെ തന്നെ സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലങ്കോവാളും ചേർന്ന് 85 പഞ്ചാബ് കരാർ ഒപ്പുവെച്ചതിനെ തുടർന്നാണ് സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടായത്. ഇപ്പൊ രാജീവ് ഗാന്ധിയും സിഖ് നേതാവ് ഹർചന്ദ് സിംഗ് ലോങ്കോവാൾ അവര് തമ്മില് എന്ത് നടന്നു? 85 പഞ്ചാബ് കരാർ നടന്നു. ഇതിനെ തുടർന്നാണ് ഇതിനൊരു മാറ്റമൊക്കെ വന്നത്. തുടർന്നുണ്ടായ കാര്യക്ഷമമായ ജനാധിപത്യ നടപടിക്രമങ്ങളിലൂടെ പഞ്ചാബിൽ വിഘടനവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും സാധിച്ചു.
ഇനി ജമ്മു കാശ്മീരിലെ വിഘടനവാദം. ഭരണഘടനയുടെ അനുച്ഛേദം 370 പ്രകാരം പ്രത്യേക അവകാശങ്ങൾ അനുവദിച്ചിരുന്ന സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വിഭജിച്ച് സ്വന്തം രാഷ്ട്രമാക്കുക, പാകിസ്ഥാനിൽ ചേരുകയോ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവയാണ് ജമ്മു കാശ്മീരിലെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾ. ഇവർ നടത്തിയ സായുധ ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വലിയ ഭീഷണി ഉണ്ടാക്കി. സമാധാന ചർച്ചകളിലൂടെയും പ്രത്യേക സാമ്പത്തിക വികസന പ്രവർത്തനങ്ങളിലൂടെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി. ജമ്മു കാശ്മീർ അനുവദിച്ചിരുന്ന അനുച്ഛേദം 370 പ്രധാനമുള്ള പ്രത്യേക അവകാശങ്ങൾ 2019 കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ പിൻവലിച്ചത് 2019 കാശ്മീർ പുനഃസംഘടനാ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു. ഇത് പ്രകാരം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി അതിനെ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കുകയും ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള അവിടുത്തെ മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. അപ്പൊ അനുച്ഛേദം 370 പ്രകാരം 2019 കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അവകാശങ്ങൾ പിൻവലിച്ചു. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിങ്ങനെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി അതിനെ പുനഃസംഘടിപ്പിച്ചു. 2024 ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് സമാധാനപരമായിട്ട് ഇലക്ഷൻ നടന്നു. ജമ്മു കാശ്മീർ നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയായി സർക്കാർ രൂപീകരിച്ചു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ എന്ന പോലെ വടക്ക് കിഴക്കൻ മേഖലകളിലും വിഘടനവാദ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നിരുന്നു. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിലവിലുണ്ടായിരുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളാണ് ഏതൊക്കെ? ഒന്ന്, മിസോ നാഷണൽ ഫ്രണ്ട്. മിസോ നാഷണൽ ഫ്രണ്ടിന്റെ നേതാവ് ലാൽ ഡെങ്കെ. മിസോ ഗോത്രവർഗക്കാർക്കായി പ്രത്യേക രാജ്യം കൊണ്ടുവരിക എന്നായിരുന്നു ഉദ്ദേശം. 1986 സമാധാന കരാർ അനുസരിച്ച് മിസോറാമിന് പ്രത്യേക അധികാരങ്ങളോടെ സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകാൻ തീരുമാനിച്ചു. 86 മിസോറാമിന് പ്രത്യേക അധികാര പദവി നൽകിയതോടുകൂടി അതിനൊരു പരിഹാരമായി. നാഗ നാഷണൽ കൗൺസിൽ, അതിന്റെ ആളാരാണ്? അങ്കാമി സഫൂഫിസോ. അങ്കാമി സഫൂഫിസോ ആണ് നാഗ നാഷണൽ കൗൺസിലിന്റെ നേതാവ്. നാഗ പ്രദേശങ്ങളുടെ ഏകീകരണം, സ്വയംഭരണം, ഗോത്ര സംരക്ഷണം അതൊക്കെയാണ് അവർ ഉദ്ദേശിച്ചത്. 2015 നാഗ സമാധാന കരാറ് ഗവൺമെന്റ് ഒപ്പുവെച്ചു. 2015 കേട്ടോ. ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റു ചില വെല്ലുവിളികൾ. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ അസ്ഥിരപ്പെടുത്തുന്ന പ്രധാന വെല്ലുവിളികളാണ് വർഗീയത, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ, അഴിമതി, രാഷ്ട്രീയത്തിലെ ക്രിമിനലിസം, കൂറുമാറ്റം. ഇവ ജനങ്ങളുടെ സ്വൈരമായിട്ടുള്ള ജീവിതത്തെയും രാഷ്ട്ര പുരോഗതിയെയും സാമ്പത്തിക വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വർഗീയത, മത അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് സാമൂഹിക സംഘർഷം സൃഷ്ടിക്കുന്ന ആശയമാണ് വർഗീയത. കൊളോണിയൽ ഭരണകാലത്ത് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം മതാടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കുന്നതിനും വർഗീയത വളർത്തുന്നതിനും കാരണമായി. അതുപോലെ ഇന്ത്യ വിഭജനത്തെ തുടർന്നുണ്ടായ കലാപങ്ങളും മത അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുന്നതും വർഗീയ ചിന്ത വളർത്തുന്നതിനും വഴിതെളിച്ചു. വർഗീയ വേർതിരിവ് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സാമൂഹിക നീതി എന്നിവയെ ദുർബലപ്പെടുത്തുന്നു. മനസ്സിലായോ? അതുപോലെ രാഷ്ട്രത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്നു. ഈ വർഗീയത മതേതരത്വം, സാമൂഹിക നീതി എന്നിവയെ ദുർബലപ്പെടുത്തും, രാഷ്ട്രീയത്തെ ഐക്യത്തെയും അഖണ്ഡതയെയും ഭീഷണിപ്പെടുത്തും, അതായത് അതിന് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. മതത്തിന്റെയും വർഗീയ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ജനാഭിപ്രായം സ്വരൂപിക്കപ്പെടുന്നതും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി ഉപയോഗിക്കുന്നതും ജനാധിപത്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നുമുണ്ട്. ജനജാഗ്രത സൃഷ്ടിക്കുന്നതിലൂടെ, ബോധവൽക്കരണത്തിലൂടെയും ശരിയായ ജനാധിപത്യ വിശ്വാസത്തിലൂടെയും മാത്രമേ വർഗീയതയെ നമുക്ക് ചെറുത്തു നിൽക്കാൻ പറ്റുള്ളൂ. ഇനി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉണ്ടാവുന്ന ചില സംഘർഷങ്ങൾ. അതായത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ഭരണഘടന അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിച്ച് നൽകിയിട്ടുണ്ടെങ്കിലും
കൂടുതൽ അധികാരം ആർക്കാ കൊടുത്തക്കണ? കേന്ദ്രത്തിനാ കൊടുത്തക്കണ. ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മേൽക്കൈ അത് ഉറപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. മറുവശത്ത് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ സ്വതന്ത്രമായി വിനിയോഗിക്കാനുള്ള അവകാശം അവയ്ക്ക് ഭരണഘടന നൽകുന്നുമുണ്ട്. എന്നാൽ പലപ്പോഴും മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാർ നേരിട്ടും ഗവർണർമാർ മുഖേനയും സംസ്ഥാനങ്ങളുടെ ഈ അവകാശങ്ങൾ ഇടപെടുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും വിഭവങ്ങളുടെ വിതരണത്തിലും രാഷ്ട്രീയം കലർത്തുന്നതും നമുക്ക് കാണാനാകും. ഇത്തരം നീക്കങ്ങളാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പ്രധാനമായും കലുഷിതമാക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള മതപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനും ജുഡീഷ്യറിക്കാണ് അധികാരമുള്ളത്. അങ്ങനെ കേന്ദ്ര സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നിയമപരമായ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക ആരാണ്? ജുഡീഷ്യറിയാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. ഭരണഘടന വാസ്തവത്തിൽ ഒരു ചട്ടക്കൂട് അഥവാ അസ്ഥിപഞ്ജരം മാത്രമാണ്. അതിന് മാംസവും രക്തവും പ്രധാനം നൽകുന്നത് യഥാർത്ഥ രാഷ്ട്രീയ പ്രക്രിയകളാണ്. അതിനാൽ ഇന്ത്യൻ ഫെഡറലിസത്തെ ഒരു വലിയ പരിധിവരെ സ്വാധീനിച്ചിട്ടുള്ളത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകളാണ്. ഭരണഘടന നിലവിൽ വന്ന നാൾ മുതൽ അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ ഗവർണർമാരുടെ പങ്ക് വളരെ നിർണായകവുമാണ്. ഇപ്പൊ റോൾ ഓഫ് ഗവർണർ. ഗവർണർമാരുടെ പങ്ക് എല്ലാ കാലവും സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള ഒരു വിവാദ വിഷയമാണ്. ഗവർണർ എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഔദ്യോഗിക പൊസിഷൻ അല്ല. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ എന്നിവരാണ് ഗവർണർമാരായി പൊതുവെ നിയമിക്കപ്പെടുന്നത്. ആരൊക്കെയാണ്? വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ രാഷ്ട്രീയക്കാരോ ഒക്കെ. ഗവർണർമാരെ നിയമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ശുപാർശ പ്രകാരം ആരാണ്? രാഷ്ട്രപതിയാണ്. ഗവർണർ നിയമനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 35 വയസ്സാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മക്കളെ. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ ഭരിക്കുന്ന സാഹചര്യങ്ങളിൽ ഗവർണർമാരുടെ പങ്ക് കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമാകുന്നു. ഇക്കാരണത്താൽ ഗവർണർമാരുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലായി പലപ്പോഴും വ്യാഖ്യാനിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാൻ 1983 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. കണ്ടോ? 83 കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ച സർക്കാരിയ കമ്മീഷൻ സജീവ രാഷ്ട്രീയക്കാരെ ഗവർണർമാരായി നിയമിക്കരുതെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സർക്കാരിയ കമ്മീഷനെ കുറിച്ച് ഇവിടെ പറയുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടി നിയമിച്ച കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷൻ. 1983 നിയമിക്കപ്പെട്ട കമ്മീഷന്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് RS സർക്കാരിയ ആയിരുന്നു. 88 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. കേന്ദ്രത്തിന്റെ അധികാരങ്ങൾ കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ ഉരസലുകളും സംഘർഷങ്ങളും ഒഴിവാക്കാൻ ഭരണഘടനാപരവും രാഷ്ട്രീയപരവുമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നും കമ്മീഷൻ കണ്ടെത്തി. സർക്കാരിയ കമ്മീഷന്റെ റിപ്പോർട്ട് പരക്കെ സ്വാഗതം ചെയ്യപ്പെട്ടുവെങ്കിലും അവ പൂർണ്ണമായും ഇതുവരെ നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഗവർണർമാരുടെ പങ്കും അധികാരങ്ങളും വിവാദമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭരണഘടനയിലെ 356 വകുപ്പാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താമെന്ന് ഈ വകുപ്പ് വ്യവസ്ഥ ചെയ്യുന്നു. ഗവർണർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താം. ഗവർണർമാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനായിട്ട് പറ്റും. എന്നാൽ ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായി ഭരണം നടത്തിക്കൊണ്ടുപോകുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ മാത്രമേ ഈ വകുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നുണ്ട്. ഗവർണർമാരുടെ ഈ അധികാരം അനേകം സംഘർഷങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ട്. നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുള്ള സംസ്ഥാന ഗവൺമെന്റുകളെ പോലും രാഷ്ട്രപതി പിരിച്ചുവിട്ട സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലാവുണ്ടോ? 59 കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ഇതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. ഇപ്പൊ 356 വകുപ്പ് പറയാണ്, സംസ്ഥാനങ്ങളിലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ പിരിച്ചുവിടാനോ സംസ്ഥാന ഭരണം ഏർപ്പെടുത്തുവാനോ അനുച്ഛേദം 386 ആർക്ക് അധികാരം നൽകുന്നു? രാഷ്ട്രപതിക്ക് അധികാരം നൽകുന്നു. ഗവർണർ രാഷ്ട്രപതിക്ക് സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം ആദ്യമായി ഈ വകുപ്പ് ഉപയോഗിച്ചത് 1951 പഞ്ചാബ് സർക്കാരിനെ പിരിച്ചുവിടാനായിരുന്നു. 1967 പൊതു തിരഞ്ഞെടുപ്പിന് മുമ്പ് 386 വകുപ്പ് അപൂർവമായി മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. എന്നാൽ 67 ശേഷം ഇത് വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു. ഇനി അടുത്ത് നോക്കുക, ഗവർണറുടെ ചുമതല.
കേന്ദ്രത്തിലേതുപോലെ സംസ്ഥാനങ്ങളിലും പാർലമെന്ററി വ്യവസ്ഥയാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ നാമമാത്ര തലവനാണ് ഗവർണർ. യഥാർത്ഥ കാര്യനിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് മുഖ്യമന്ത്രി തലവനായുള്ള നിയമസഭയിലാണ്. ആയതിനാൽ ഗവർണർ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരമായിരിക്കണം. ഗവർണറുടെ പ്രധാന അധികാരങ്ങളും ചുമതലകളും എന്തൊക്കെയാണ്? നിയമസഭ വിളിച്ചു ചേർക്കുക, സഭാ സമ്മേളനങ്ങൾ അവസാനമായി പ്രഖ്യാപിക്കുക, സഭ പിരിച്ചുവിടുക, സഭയെ അഭിസംബോധന ചെയ്യുക, സഭ പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, ബഡ്ജറ്റുകളും ധനബില്ലുകളും സഭയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ട മുൻകൂർ അനുമതി നൽകുക. ഇതൊക്കെയാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഇനി അടുത്തത് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഏതാ? സംസ്ഥാനത്തെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും നിർവഹിക്കുന്നത് ഗവർണറുടെ പേരിലാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ച രാഷ്ട്രീയ കക്ഷിയുടെയോ സഖ്യത്തിന്റെയോ നേതാവിനെ സർക്കാർ രൂപീകരിക്കുന്നതിനായി ക്ഷണിക്കുക. സംസ്ഥാന മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം മറ്റു മന്ത്രിമാരെ നിയമിക്കുക. ഇതൊക്കെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആണ്. അതായത് ഗവർണറുടെ ലെജിസ്ലേറ്റീവ് പവേഴ്സും എക്സിക്യൂട്ടീവ് പവേഴ്സും ആണ് പറഞ്ഞത്. അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവയെ നിയമിക്കുക. വളരെ ഇമ്പോർട്ടന്റ്. അഡ്വക്കേറ്റ് ജനറൽ സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ എന്നിവയെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന PSC അംഗങ്ങൾ, സംസ്ഥാന PSC ചെയർമാൻ, PSC അംഗങ്ങൾ, അഡ്വക്കേറ്റ് ജനറൽ. ഇനി അടുത്തത് സംസ്ഥാന സർക്കാരിന്റെ കാര്യനിർവഹണ അധികാര പരിധിയിൽ വരുന്ന വിഷയങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് നൽകുന്നതിനും ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനോ ഇളവ് നൽകുന്നതിനോ ലഘൂകരിക്കുന്നതിനോ ആർക്ക് അവകാശമുണ്ട്? ഗവർണർക്ക് അധികാരമുണ്ട്. അതിനെ ജുഡീഷ്യറി പവർ എന്ന് പറയുന്നു. ഇനി വിവേചന അധികാരം അഥവാ ഡിസ്ക്രിഷണറി പവർ. നിയമസഭയിലേക്ക് ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുന്ന വിഷയത്തിൽ ഗവർണർക്ക് വിവേചനാധികാരം ഉപയോഗിക്കാം. സംസ്ഥാന ഭരണകാര്യങ്ങളെ കുറിച്ച് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് കൊടുക്കണം. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ ഗവർണർക്ക് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കാം. ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്നോ നൽകുന്നില്ലേ എന്നോ പ്രഖ്യാപിക്കാം. ഭേദഗതിയോടെ നിയമസഭയിലേക്ക് തിരിച്ചയക്കാം. അങ്ങനെ തിരിച്ചയക്കപ്പെടുന്ന ബില്ല് സഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതിയോടെയോ അല്ലാതെയോ പാസാക്കി ഗവർണർക്ക് സമർപ്പിക്കുന്ന പക്ഷം ഗവർണർ അതിന് അനുമതി നൽകാൻ ബാധ്യസ്ഥനാണ്. ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുക. ഇതൊക്കെ ആര് ചെയ്യേണ്ടതാണ്? നമ്മുടെ ഗവർണറുടെ വിവേചന അധികാരങ്ങളാണ്. സംസ്ഥാനത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ സുഗമവും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് യോജിക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്ന കടമയാണ് ഗവർണർമാർക്കുള്ളത്. ഗവർണർമാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന അധികാരികളല്ല, മറിച്ച് അതിന്റെ സുഹൃത്തും ദാർശനികനും വഴികാട്ടിയുമാണ്. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഗവർണർമാരുടെ ഇടപെടലുകൾ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്തുകയും ഭരണഘടനയ്ക്ക് അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. അടുത്തത് അഴിമതി അഥവാ കറപ്ഷൻ. ഏതെങ്കിലും തരത്തിലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഉപയോഗിക്കുന്നതിനും അനധികൃതമായി സ്വാധീനം ചെലുത്തിയും നിയമപരമായി ലഭിക്കേണ്ട വേതനത്തിന് പുറമെ പണമോ മറ്റെന്തെങ്കിലും പ്രത്യുപകാരമായി സ്വീകരിക്കുന്നതിനുമെതിരെ ഒക്കെ അഴിമതിയായി കണക്കാക്കാം. കൈക്കൂലി, സ്വജനപക്ഷപാതം, അതുപോലെ തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയവ അഴിമതിക്ക് ഉദാഹരണമാണ്. രാജ്യത്തെ സാമ്പത്തിക നിക്ഷേപങ്ങൾ, സാമ്പത്തിക വളർച്ച തുടങ്ങിയവയെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെയും അഴിമതി പ്രതികൂലമായി ബാധിക്കുന്നു. അഴിമതി ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും അസൗകര്യങ്ങളെയും ചില വ്യക്തികൾ മാത്രം കേന്ദ്രീകരിക്കുന്നത് കാരണമാകുന്നു. ഇത് സാധാരണ ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഇടയാകുന്നു. അഴിമതിക്കെതിരെ ജനജാഗ്രത വളർത്തുക, ശക്തമായ നിയമ സംവിധാനം രൂപീകരിക്കുക, അഴിമതി അന്വേഷണ സംവിധാനങ്ങളെ രാഷ്ട്രീയ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുക, രാഷ്ട്രീയ പാർട്ടികളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ സുതാര്യമാക്കുക, ഭരണരംഗം സുതാര്യമാക്കുക, ജനങ്ങളിൽ അഴിമതിക്കെതിരെ ബോധവൽക്കരണം നടത്തുക തുടങ്ങിയവയെല്ലാം അഴിമതി തടയുന്നതിനുള്ള മാർഗങ്ങളാണ്. അടുത്തത് എന്താണ്? ഇലക്ടറൽ ബോണ്ട് എന്നാണ് പറയുന്നത്. എന്താണ്? വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന ചെയ്യാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇലക്ടറൽ ബോണ്ട്. 2017-18 കേന്ദ്ര ബഡ്ജറ്റിലൂടെയാണ് ഇലക്ടറൽ ബോണ്ട് അവതരിപ്പിച്ചത്. തൊട്ടുമുമ്പത്തെ സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പോൾ ചെയ്ത ആകെ വോട്ടിന്റെ 1% കുറയാത്ത വോട്ട് നേടുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാ പാർട്ടികൾക്കും ഈ ബോണ്ടിലൂടെ പണം സ്വരൂപിക്കാം. 1000 മുതൽ
മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് നൽകാം. 1000 മുതൽ 1 കോടി രൂപ വരെ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ അവർക്ക് ഇഷ്ടമുള്ള തുകയ്ക്ക് SBI വഴി ബോണ്ട് നൽകാം. സംഭാവന എന്ന വിഭാഗത്തിൽ വരുന്നതിനാൽ ഈ തുകയ്ക്ക് നികുതി ഇല്ല. കണ്ടോ, സംഭാവന ആയതുകൊണ്ട് നികുതി ഇളവും കിട്ടും. ദാതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ കക്ഷികൾക്ക് 15 ദിവസത്തിനകം പണമായി മാറ്റാം. ബോണ്ടുകളുടെ സുതാര്യതയും നിയമസാധുതയും പരിശോധിച്ച് 2024 ഫെബ്രുവരി 15 സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി. ഇലക്ട്രൽ ബോണ്ട് മൗലികാവകാശത്തിന് വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു. ക്ലിയർ ആയില്ലേ? രാഷ്ട്രീയത്തിലെ ക്രിമിനൽ വൽക്കരണം. ജനാധിപത്യം നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളിയാണ് രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം. രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളോ പ്രവർത്തകരോ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനോ ക്രിമിനൽ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ ആയ പ്രവണതയാണ് രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം. കൂടാതെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണമാണ്. ജനങ്ങളെ ഭയപ്പെടുത്തി ഏതെങ്കിലും പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യം ഒരുക്കുകയോ ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ മൂല്യച്യുതിക്ക് കാരണമാകുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലെത്തുകയും ഭരണാധികാരികളാകുകയും പൗരന്മാർക്ക് ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിമിനൽ കുറ്റങ്ങളിൽ വിചാരണ നേരിടുന്നവരെയും ശിക്ഷിക്കപ്പെടുന്നവരെയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വിലക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ശക്തമായ നിയമ സംവിധാനങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ ക്രിമിനൽ വൽക്കരണത്തിനെതിരായുള്ള ബോധവൽക്കരണം തുടങ്ങിയവ രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണം ഇല്ലാതാക്കുന്നതിനുള്ള മാർഗങ്ങളാണെന്നും കൂടി ഓർക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൂറുമാറ്റം. 1967 തെരഞ്ഞെടുപ്പ് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ട മറ്റൊരു പ്രവണതയായിരുന്നു കൂറുമാറ്റം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഇലക്ഷനിൽ മത്സരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്വന്തം പാർട്ടിയെ ഉപേക്ഷിക്കുകയോ മറ്റൊരു പാർട്ടിയിൽ ചേരുകയോ ചെയ്യുന്നതിനെയാണ് കൂറുമാറ്റം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർ ജനപ്രതിനിധികൾ അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇത് പലപ്പോഴും ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ജനാധിപത്യ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു. പിന്നീട് കൂറുമാറ്റം തടയുന്നതിനെതിരെ 1985 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമം പാർലമെന്റ് പാസാക്കി. 1985 കൂറുമാറ്റ നിരോധന നിയമം 52ാം ഭേദഗതി പ്രകാരം പാർലമെന്റ് പാസാക്കി. രാഷ്ട്രീയ പാർട്ടികൾ അംഗങ്ങളുടെ കൂറുമാറ്റം തടയാൻ വ്യത്യസ്ത തന്ത്രങ്ങൾ സ്വീകരിക്കാറുണ്ട്. ഒരു പാർട്ടിയുടെ വിശ്വസ്തത അംഗത്തിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക വേദിയിൽ അംഗങ്ങൾ ഒത്തുകൂടി മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം തടയുവാനായി പദ്ധതി ആസൂത്രണം ചെയ്യുന്നു. ഈ പ്രക്രിയയെ റിസോർട്ട് രാഷ്ട്രീയം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് റിസോർട്ട് രാഷ്ട്രീയം? 1982 ഹരിയാനയിലാണ് ഇതിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. തുടർന്ന് കർണാടക, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തരാഖണ്ഡ്, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഈ പ്രവണത ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വാതന്ത്ര്യാനന്തരം രാജ്യം നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ ജനാധിപത്യ മാർഗത്തിലൂടെ അതിജീവിക്കാനായി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തിന്റെ അതിജീവന ശേഷിയെ പ്രകടമാക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സജീവ ഭരണഘടനയാണ് നമുക്കുള്ളത്. ഭരണഘടനാ മൂല്യങ്ങളോടുള്ള ആദരവും വിധേയത്വമാണ് നമ്മുടെ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അത്രയും ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിന് ഉണ്ട് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നിങ്ങൾ ഇത് പഠിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് ടീച്ചർ പറയാം. അതായത് കുറച്ചധികം ഉണ്ട് ഈ ക്ലാസ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഇത്രീശ് കേട്ട് പഠിച്ചാലും മതി. പക്ഷെ പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക്, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.